കൊരിന്ത്യർ 7-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ബൈബിളുള്ള എല്ലാവരും ദയവായിട്ട് 1 കൊരിന്ത്യർ 7-ാം അധ്യായം തുറക്കണമെന്ന് ഓർപ്പിക്കുന്നു. ആരെങ്കിലും ബൈബിൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ബാക്കിൽ ബൈബിൾ ഇരിപ്പുണ്ട്. ആരംഭത്തിൽ അതിൻ്റെ 1 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 1 തൊട്ട് 9 വരെ. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണേ. നിങ്ങൾ എഴുതി അയച്ച സംഗതികളെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്തെന്നാൽ, സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത്. എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടംപെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിനത്രേ അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്കത്രേ അധികാരം. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അതിഥേയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പീൻ. ഞാനിത് കൽപ്പനയായിട്ടല്ല അനുവാദമായിട്ടത്രേ പറയുന്നത്. സകല മനുഷ്യരും എന്നെപ്പോലെ ആയിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. എങ്കിലും ഒരുവൻ ഇങ്ങനെയും ഒരുവൻ അങ്ങനെയും താൻ്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു. വിവാഹം കഴിയാത്തവരോടും വിധവമാരോടും അവർ എന്നെപ്പോലെ പാർത്തുകൊണ്ടാൽ അവർക്ക് കൊള്ളാം എന്നു ഞാൻ പറയുന്നു. ജിതേന്ദ്രിയത്വമില്ലെങ്കിലോ അവർ വിവാഹം ചെയ്യട്ടെ. അഴലുന്നതിനേക്കാൾ വിവാഹം ചെയ്യുന്നത് നല്ലത്. താങ്ക് യു. 1 കൊരിന്ത്യർ നമ്മൾ അതിൻ്റെ 1-ാം അധ്യായം തൊട്ട് ഓരോ സീരീസായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ 7-ാം അധ്യായത്തിലെത്തിയിരിക്കുകയാണ്. മറ്റ് വേദഭാഗങ്ങളെക്കാട്ടിലും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വേദഭാഗമാണ് ഇത്. വിവാഹ ബന്ധത്തെക്കുറിച്ച്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, ലൈംഗികമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു വേദഭാഗമാണ്. ഇന്നത്തെ കാലത്ത് കാണുന്നത് അനേക ചെറുപ്പക്കാർ വിവാഹത്തെക്കുറിച്ച് അവർ മനസ്സിൽ സംശയങ്ങൾ, ഭയങ്ങൾ, പല രീതിയിലും ഒരു കൺഫ്യൂഷനാണ് പലർക്കുള്ളത്. സംശയവും ഭയവും കൺഫ്യൂഷനും സാരമില്ല. എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വചനം എന്തു പറയുന്നു. ഈ ലോകത്തിൽ ഒത്തിരി അഭിപ്രായങ്ങളുണ്ട്. നമുക്ക് പല പല അഭിപ്രായങ്ങൾ കാണാം. അതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കണം വചനം എന്തു പറയുന്നു, ദൈവത്തിൻ്റെ പ്ലാൻ എന്തുവാ, ദൈവത്തിൻ്റെ പദ്ധതി എന്തുവാ, ദൈവം എന്ത് ക്രമമാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ചിലർ അവരുടെ ചിന്തയുണ്ട്, എൻ്റെ കരിയർ ഒന്ന് സെറ്റാകട്ടെ, ജോലിയൊക്കെ കിട്ടി കാര്യങ്ങളെല്ലാം ഒന്ന് ക്രമത്തിലാകട്ടെ. ചിലരുണ്ട്, ഒരു വ്യക്തി എനിക്കറിയാം, അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ഏതോ ഒരു റാങ്ക്, ഒരു മിലിറ്ററിയിലാണ്, ഒരു മിലിറ്ററിക്കാരനാണ്, അദ്ദേഹത്തിന് ഏതോ ഒരു റാങ്ക് വരെ എത്തണം. ഇങ്ങനെ പല പല ചിന്തയുള്ള ആൾക്കാരുണ്ട്. ചിലർ പറയും എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു സ്ഥിരതയിലെത്തണം, നല്ലൊരു സെക്യൂറാണ് സാമ്പത്തികമായിട്ട്. ചിലർ പറയും എൻ്റെ മാതാപിതാക്കളെ എനിക്ക് കെയർ ചെയ്യണം, അവരെ ഒരു സംരക്ഷിച്ച് അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഒരുക്കിയിട്ടേ ഒക്കത്തുള്ളൂ. ചിലർക്ക് ഭയങ്ങളാണ്, വിവാഹത്തെക്കുറിച്ച് ഭയങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം വിവാഹം കഴിച്ചാൽ അത് ഒരു തോൽവിയായി തീരുമോ, അല്ലെങ്കിൽ ആ വിവാഹത്തിൽ എപ്പോഴും കലഹമായിരിക്കും തീരുമോ, രണ്ടുപേരും തമ്മിൽ ഒന്ന് ചേർന്ന് പോകാൻ ഒക്കാത്ത അവസ്ഥയായിത്തീരുമോ. പല പല വിവാഹങ്ങൾ, പല കുടുംബങ്ങളെ കണ്ട്, പല വ്യക്തികളെ കണ്ട് ഉള്ള സംശയങ്ങൾ അവരുടെ മനസ്സിലുള്ളതാണ്. പിന്നെ പുതിയതായിട്ടൊരു സംഭവം, മിക്കവാറും ഇവിടെ പ്രായമുള്ളവർക്ക് എത്രയും പരിചയമുണ്ടെന്ന് എനിക്കറിയത്തില്ല, എന്നാലും മിക്കവാറും കുഞ്ഞുങ്ങളൊക്കെ അവർ സ്കൂളിലും പലയിടത്തും എപ്പോഴേ പരിചയപ്പെട്ടിട്ടുണ്ട്. LGBTQ+ അല്ലെങ്കിൽ LGBTQIA+, പിന്നെ ഒത്തിരി ഉണ്ട്. എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധവും വിവാഹവും, സ്ത്രീകൾ തമ്മിലുള്ള ബന്ധവും വിവാഹവും, അല്ലെങ്കിൽ ഒരാൾ പറയുന്നു ഞാൻ ഒരു വ്യക്തിയോടല്ല പലരോടും ബന്ധം. ഇങ്ങനെ ഒത്തിരി ദൈവികമല്ലാത്ത, ഒത്തിരി ദൈവത്തിൻ്റെ വചനത്തിൽ ഉള്ള ക്രമത്തിന് വിട്ടുള്ള
വളരെ വിരൂപമാക്കുന്ന രീതിയിലുള്ള പല പല വിഷയങ്ങൾ കിടപ്പുണ്ട്. അതിനോടൊപ്പം ചിലർ പറയും, കുഞ്ഞുങ്ങളോട് പറയും, ചിലർ കൊച്ചു കുഞ്ഞുങ്ങളെ സ്കൂളുകളിൽ പോലും എടുത്ത് ക്ലാസ് എടുത്തിട്ട് പറയും, നിങ്ങളെപ്പോഴെങ്കിലും കൊച്ചു പിള്ളേർ, നിങ്ങളെപ്പോഴെങ്കിലും പെൺപിള്ളേരോട് ചോദിക്കും, എപ്പോഴെങ്കിലും ആൺപിള്ളേരുടെ നിങ്ങളുടെ ചേട്ടൻ്റെ അനിയൻ്റെ ഉടുപ്പ് വല്ലതും എടുത്തിട്ടുണ്ടോ? ആൺപിള്ളേരോട് ചോദിക്കും, നിങ്ങൾ പെൺപിള്ളേരുടെ ഉടുപ്പ് വല്ലതും എടുത്തിട്ടുണ്ടോ? കൊച്ചു പിള്ളേർ കളിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ പപ്പയുടെയോ മമ്മിയുടെയോ ഉടുപ്പെടുത്തിടുവോ ഒക്കെ ചെയ്യുന്ന, അത് കുഞ്ഞുങ്ങളുടെ ഒരു ചുമ്മാ കളി, അവരുടെ എക്സ്പ്ലോറേഷൻ്റെ ഒരു കാര്യമാണ്. എന്നാലും ഇവരോട് പറഞ്ഞു കൊടുക്കും, അതെ, നിങ്ങൾ തീരുമാനിക്കാം, നിങ്ങൾ പുരുഷനാണോ സ്ത്രീയാണോ. ഇതേതാ 6, 7, 5, 6, 7 വയസ്സുള്ള കുഞ്ഞുങ്ങളോട് പറയുക, നിങ്ങൾ തീരുമാനിക്കാം പുരുഷനാണോ സ്ത്രീയാണോ. ഇങ്ങനെ അവരുടെ മനസ്സിൽ ഒത്തിരി കൺഫ്യൂഷൻ. പിന്നെ അവർ ചില ബുക്ക് കാണിക്കും, അതിനകത്ത് ഒരു കഥപുസ്തകം, പടങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഈ ഒരു കുടുംബം കണ്ടോ, 2 മമ്മിമാരാണ് അവർക്ക്, അല്ലെങ്കിൽ 2 പപ്പമാരാണ് അവർ. ഇങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ അടുത്ത തലമുറയിലോട്ട് ഇൻജെക്റ്റ് ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കുക ഈ സമൂഹത്തിൽ. വിദേശ രാജ്യങ്ങളെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഇന്ത്യയിലും അത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം വചനം അറിഞ്ഞിരിക്കണം, ദൈവത്തിൻ്റെ പ്ലാനും ക്രമവും നമ്മൾ അറിഞ്ഞിരിക്കും. അതുകൊണ്ട് പല പല രീതിയിലുള്ള കൺഫ്യൂഷനുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ കുഞ്ഞുങ്ങളോടൊന്ന് ചോദിച്ചു നോക്കണം. ചിലപ്പോൾ അവർ പറയും, അങ്ങനൊന്നുമില്ല. കാരണം സാധാരണ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, പഠിത്തം എങ്ങനെയുണ്ട്, കുഴപ്പമില്ല, സ്കൂൾ എങ്ങനെയുണ്ട്, കുഴപ്പമില്ല, കൂട്ടുകാരുണ്ട്, കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല, എല്ലാം കുഴപ്പമില്ല. അങ്ങനത്തെ ഒരവസ്ഥ ഒന്നും പറയത്തില്ല, എല്ലാം ഇങ്ങനെ മറച്ചു വെച്ചേക്കുക പിള്ളേർ. അങ്ങനത്തെ ഒരവസ്ഥയാണ്. എന്നാലും ഇവരുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ പലതുണ്ട്. അവർ ചോദിക്കും, അയ്യോ, ചിലർ അങ്ങനെ ജനിച്ചവരാണല്ലോ, ബൈബിളിൽ പോലും പറഞ്ഞിട്ടില്ലയോ ചിലർ ഷണ്ണന്മാരായിട്ട് ജനിച്ചു എന്നൊക്കെ പറയുന്നില്ലയോ എന്നൊക്കെയുള്ള ഒത്തിരി കൺഫ്യൂഷൻ അവരുടെ മനസ്സിലുണ്ട്. ഞാൻ ഇതെല്ലാം കൂടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള അവസ്ഥയില്ല. വചനത്തിലോട്ട് ഞാൻ എത്താനാണ്. എന്നാൽ ആ വചനത്തിൽ എത്തുന്നതിന് മുമ്പേ ഇന്നത്തെ കാലത്ത് ഈ ഒരു വചനത്തിൻ്റെ പ്രസക്തി, ഇതിൻ്റെ പ്രാധാന്യം ഒന്നെടുത്ത് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങളോട് പലപ്പോഴും പറയും, പല രീതിയിലുള്ള ജന്മനാലുള്ള ഡിഫക്ട്സ് ഉണ്ട്. അത് മനുഷ്യരുടെ ഒരു വിഭാഗമാക്കുന്നില്ല. ചിലർ കൈയില്ലാതെ ജനിക്കുന്നവരുണ്ട്, ചിലർ കാലില്ലാതെ ജനിക്കുന്നു, ചിലർ വിരലില്ലാതെ ജനിക്കും, ചിലർ 5 അല്ല 6 വിരലും കൂടി ജനിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം ഓരോരുത്തരുടെയും ബർത്ത് ഡിഫക്റ്റാണ്. എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോഴേ ഉള്ള ശരീരമായിട്ടുള്ള ക്രമക്കേടുകളാണ്. അതായിരിക്കാം മലയാളത്തിൽ നല്ല വാക്ക്, ബർത്ത് ഡിഫക്ട്സ്. അതിന് വേറെ ടെക്നിക്കൽ മലയാളത്തിലുള്ള വാക്കുകൾ എനിക്കറിയത്തില്ല, ക്ഷമിക്കണം. എന്നാലും ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്നാൽ പിന്നെ ഇതെല്ലാം ഒരു വിഭാഗമാക്കുവാന്നോ ഒരിക്കലും നമ്മൾ ചെയ്യത്തില്ല. അത് പറയാം, അതൊരു ബർത്ത് ഡിഫക്റ്റാണ്. നോർമലായിട്ടുള്ള രീതിയുണ്ട്, 2 കൈയും 2 കാലും 5 വിരൽ ഓരോ കൈയിലും, ഇങ്ങനെയൊക്കെ നോർമലായിട്ടുള്ളതുണ്ട്. അതിനെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ പറയും, അദ്ദേഹത്തിന് പ്രശ്നം പറ്റുക, അത്രേ ഉള്ളൂ. ഇങ്ങനെയുള്ള വിഷയങ്ങൾ കിടക്കുന്നതുകൊണ്ട് ചില കുഞ്ഞുങ്ങളുടെ മനസ്സിലൊരു സംശയമുണ്ട്, ഞാൻ യഥാർത്ഥമായിട്ട് പുരുഷനാണോ, ഞാൻ യഥാർത്ഥമായിട്ട്, അതോ ഞാനൊരു സ്ത്രീ ആകേണ്ടതാണോ, അതോ ഞാനൊരു പുരുഷനല്ലേ സ്ത്രീയാണോ. ഇങ്ങനെയുള്ള ഒത്തിരി കൺഫ്യൂഷൻ. അതോ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് എൻ്റെ മനസ്സ് മാറുമോ, എൻ്റെ വികാരത്തിൽ ചില വ്യത്യാസങ്ങളുണ്ടാകുമോ, ഇങ്ങനെ ഒത്തിരി പെയിനും തകർച്ചയും കിടപ്പുണ്ട്. കൊരിന്ത്യ സഭ അവർ ജീവിച്ചിരുന്ന സമൂഹം, കൊരിന്ത് എന്ന് പറഞ്ഞൊരു സമൂഹത്തിൽ, ആ സമൂഹം വളരെ ധാർമ്മികമായിട്ട് തകർന്നിരിക്കുന്ന, അല്ലെങ്കിൽ ധാർമ്മികത എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലാത്ത ഒരു സമൂഹമാണ്. അന്നത്തെ കാലത്ത് ആരെയെങ്കിലും താത്തുകെട്ടി പറയണമെങ്കിൽ നീ ഒരു കൊരിന്തിനാണ്, അതുപോലുള്ള ആ കൊരിന്തെന്നുള്ള ആ പട്ടണത്തിന് അതേപോലുള്ള മോശമായിട്ടുള്ളൊരു റെപ്യൂട്ടേഷൻ ലോകം മുഴുവൻ ഉണ്ടായിരുന്നു. നീ ഒരു കൊരിന്തിനാന്ന് പറഞ്ഞാൽ ആ വ്യക്തി എത്ര താത്തുകെട്ടി പറയുമ്പോൾ ആ ഇതായിരുന്നു അന്നത്തെ കാലത്ത്.
ലൈംഗികമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് കൺഫ്യൂഷനായിരുന്നു. കാരണം ഒരു ധാർമ്മികമില്ലാതെ, ഒരു ഓർഡർ ഇല്ലാതെ എങ്ങനെയായിത്തീരാമെന്നുള്ളൊരു രീതിയാണ് ആ സമൂഹം അങ്ങനെ ആയിപ്പോയി. കംപ്ലീറ്റ് തകർന്ന ഒരു സമൂഹത്തിലാണ്. ഇങ്ങനൊരു സമൂഹത്തിൻ്റെ ഇടയിൽ ദൈവവചനം കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് അവരെ പഠിപ്പിക്കുക, വേണ്ട, ദൈവത്തിന് ഒരു ക്രമമുണ്ട്. ദൈവം മനുഷ്യനെ ആദാമും ഹവ്വായും സൃഷ്ടിച്ച് ദൈവം ഒരുക്കിയ ഒരു ക്രമമുണ്ട്. മറ്റ് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും ആ ക്രമത്തിൽ നിന്ന് വിട്ടുള്ളതാണ്. അതറിഞ്ഞിരിക്കണം. അപ്പം ഇതെല്ലാം അവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. എന്നാലും അവിടെ ഉള്ള ആൾക്കാർ കിടന്ന് സ്ട്രഗിൾ ചെയ്യുക. കാരണം അവർ താമസിക്കുന്ന സമൂഹം ഇങ്ങനത്തെ ഒരു സമൂഹത്തിലാണ്. കുഞ്ഞുങ്ങൾ വളരുന്ന സമൂഹം ഇതുപോലെ തകർന്നിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് അവൾ വളരുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ ഒത്തിരി കൺഫ്യൂഷനാണ് ഇതിനെക്കുറിച്ച്. സഭയിലുള്ള ആൾക്കാർക്കും കൺഫ്യൂഷനാണ്. കാരണം ഇങ്ങനത്തെ സമൂഹത്തിലാണ് അവർ ജീവിക്കുന്നത്, കുഞ്ഞുങ്ങൾ വളരുന്നത്, സ്കൂളിൽ പഠിക്കുന്നത് എല്ലാം ഇങ്ങനത്തെ സമൂഹം. അപ്പോൾ അവരുടെ മനസ്സിലും പല പല തെറ്റിദ്ധാരണകളും. അപ്പോഴേ പൗലോസിന് അവരൊരു കത്തെഴുതി. ആരെഴുതി? ആ സഭയിലെ മൂപ്പന്മാരൊക്കെ ഒരു കത്ത് പൗലോസിന് എഴുതിയിട്ട് പല ചോദ്യങ്ങൾ ചോദിച്ചു. അതിലൊരു ചോദ്യം ഇതായിരുന്നു. അതാ 1-ാം വാക്യത്തിൽ ഇത് ആരംഭത്തിൽ പറഞ്ഞേക്കുന്നത്. അതിലൊരു ചോദ്യം ഇതായിരുന്നു. അത് വിവാഹം കഴിക്കാതിരിക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നത് അല്ലയോ നല്ലത് എന്നുള്ളൊരു സംശയം. കാരണം ഇത്രയും പ്രശ്നങ്ങളുണ്ട്, എല്ലാം തകർന്നിരിക്കും. അങ്ങനെ വന്നാൽ പിന്നെ വിവാഹം കഴിക്കാതിരിക്കുന്ന അല്ലയോ നല്ലത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. ഈ നമ്മൾ വായിച്ച 9 വാക്യത്തിൽ ഞാൻ 3 കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നു. ആരെങ്കിലും നോട്ട് എഴുതെങ്കിൽ എഴുതിയെടുത്തോ. 3 കാര്യങ്ങൾ. 1, മാരേജ് സേഫ് ഗാർഡ്സ് അഗെൻസ്റ്റ് ഇമ്മൊറാലിറ്റി. സോറി, എനിക്ക് സ്ലൈഡ് ചെയ്യാൻ ഇല്ല, അത് ചെയ്യാൻ ഒത്തില്ല. മാരേജ് സേഫ് ഗാർഡ്സ് അഗെൻസ്റ്റ് ഇമ്മൊറാലിറ്റി. വിവാഹം, ഇമ്മൊറാലിറ്റി എന്തുവാ? അധാർമികത അല്ലേ? അധാർമികയ്ക്ക് ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു അവസരമാണ് മാരേജ് സേഫ് ഗാർഡ്സ് അഗെൻസ്റ്റ് ഇമ്മൊറാലിറ്റി. 2, മാരേജ് അലൗസ് ഫോർ ട്രൂ ഇൻറ്റിമസി. ഈ വിവാഹം മുഖാന്തരം യഥാർത്ഥമായിട്ട് ദൈവം ഉദ്ദേശിച്ച ഒരു ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ദൃഢമായിട്ടുള്ള ബന്ധം, ദൈവം ഉദ്ദേശിച്ച ബന്ധം വിവാഹത്തിൽ കൂടെ ഉണ്ടാവും. 3, മാരേജ് അലൗസ് ഫോർ സെൽഫ് കൺട്രോൾ. മാരേജ് അലൗസ് ഫോർ സെൽഫ് കൺട്രോൾ. വിവാഹം മുഖാന്തരം ഒരു സ്വയം നിയന്ത്രണം ഓരോ വ്യക്തികൾക്ക് ഉണ്ടാകാനുള്ള അവസരം, സ്വയം നിയന്ത്രണം ഉണ്ടാകാനുള്ള അവസരം. 3 കാര്യങ്ങൾ. 1, മാരേജ് സേഫ് ഗാർഡ്സ് അഗെൻസ്റ്റ് ഇമ്മൊറാലിറ്റി. വായിക്കാമോ ആദ്യത്തെ 3 വാക്യങ്ങൾ? ഒന്നുകൂടെ വായിക്കാമോ ആദ്യത്തെ 3 വാക്യങ്ങൾ? ശ്രദ്ധിച്ച് കേട്ടോണേ. നിങ്ങൾ എഴുതി അയച്ച സംഗതികളെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്തെന്നാൽ, സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത്. എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടംപെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഈ വിവാഹം കൊണ്ട് മനുഷ്യരെ, പുരുഷനെയോ സ്ത്രീയെയോ ഒരു ലെവലിലൊന്ന് ഒതുക്കി നിർത്താൻ, അല്ലെങ്കിൽ ഇത് മൃഗങ്ങളെപ്പോലെ ഒതുക്കമില്ലാതെ ഇങ്ങനെ ജീവിക്കുന്ന ഓരോ ജീവികളെ പോലെ, അതല്ല വിഷയം. അതല്ല വിവാഹത്തിൻ്റെ കാരണം. പല ഇതിനെതിരായിട്ട് സംസാരിക്കുന്നവർ, ഇപ്പോഴേ എതിരായിട്ട് സംസാരിക്കുന്നവർ പലരും പറയും അത് ബൈബിളിൽ ഇങ്ങനെയൊക്കെ എഴുതി ചേർത്തേക്കുന്നത് സമൂഹത്തെ ഒന്ന് ഒതുക്കി നിർത്താനാണ്, ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ അവരെ ഒന്ന് ബന്ധിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയുള്ള ഒത്തിരി തെറ്റിദ്ധാരണയുണ്ട്. അതല്ല വിഷയം. എൻ്റെ വിഷയം ഇതാണ്. ആദിയിൽ ദൈവം ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ച് ഒരു ക്രമം ഒരുക്കി. ഇങ്ങനെ വേണം നിങ്ങൾ ജീവിക്കേണ്ടത്. സൃഷ്ടിതാവ് തന്നിരിക്കുന്ന ആ ക്രമം, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും ചിന്തിക്കാനില്ല. സൃഷ്ടിതാവ് തന്നിരിക്കുന്ന ആ ക്രമം, ആ ക്രമത്തിന് വിട്ട് നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ടോ അതെല്ലാം എക്സെപ്ഷൻസ് ആണ്. ആ ക്രമത്തിന് വിട്ട് എന്തൊക്കെ കാണുന്നോ
അതെല്ലാം മനുഷ്യർ കൊണ്ടുവന്നിട്ടുള്ള ഐഡിയാസാണ്. അത് നമ്മൾ സ്വീകരിക്കണമെന്നില്ല. എന്നാലും പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ എങ്ങനെ പിടിച്ചു നിൽക്കാനൊക്കും? കുഞ്ഞുങ്ങളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും എല്ലാവരും ഇങ്ങനെ പറയുന്നു, എല്ലാവരും അങ്ങനെ പറയുന്നു. നമ്മൾ വചനം അറിഞ്ഞിരിക്കണം. വചനത്തിന് ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു? അപ്പം ചില ആൾക്കാർ പറയും ഇത് ചുമ്മാതെ കെട്ടുകഥ, അങ്ങനെ ഇതൊക്കെ ആൾക്കാർ പറയും. നമ്മൾ വചനം അറിഞ്ഞിരിക്കണം. ആ സത്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ദൈവം സൃഷ്ടിച്ച്, ദൈവം ഒരുക്കി കൊടുത്ത, അല്ലെങ്കിൽ ദൈവം ഒരുക്കി തന്ന ഒരു ക്രമം മനുഷ്യർക്ക്, നമ്മൾക്ക് ഒരുക്കി തന്നിട്ടുള്ള ക്രമമാണ്. ആ ക്രമത്തിൽ നമ്മൾ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ ക്രമം വിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ, ആ ക്രമം വിട്ട്, ദൈവം ഒരുക്കിയ ക്രമം വിട്ട് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ജീവിക്കുന്നോ, ആ ദൈവത്തിൻ്റെ ഹിതത്തിന് പുറത്താണ്. അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇല്ല. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത്, ദൈവം മനുഷ്യര് ഒരു അധാർമികത്തിലോട്ട് പോകാതെ, ഇമ്മൊറാലിറ്റിയിലോട്ട് പോകാതിരിക്കാൻ ഒരു സേഫ് ഗാർഡാണ്. അത് ആരംഭത്തിൽ പറഞ്ഞത്, മാരേജ് സേഫ് ഗാർഡ്സ് അഗൻസ്റ്റ് ഇമ്മൊറാലിറ്റി. ഒരു സേഫ്റ്റിക്ക് വേണ്ടി അതൊരു ഭാഗമാണ്. രണ്ടാമത്, മാരേജ് അലൗസ് ഫോർ ട്രൂ ഇൻറ്റിമസി. 4ഉം 5ഉം വാക്യങ്ങൾ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിനത്രേ അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്കത്രേ അധികാരം. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അജിതേന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരുപ്പീൻ. ഈ വാക്യങ്ങൾ കാണിക്കുന്ന ഇതാണ്, ഭാര്യയും ഭർത്താവും രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ്. അവർ തമ്മിലുള്ള ദൃഢമായിട്ടുള്ള ഇൻറ്റിമേറ്റായിട്ടുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാൻ രണ്ടുപേരുടെ ഉത്തരവാദിത്തമാണ്. ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണെന്നോ ഭാര്യയുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാര്യമില്ല. രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ്. അതെന്തുകൊണ്ട്? ദൈവം ഒരുക്കിയ ക്രമമായതുകൊണ്ട് രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ്. ആ ഇൻറ്റിമസി, ആ ദൃഢമായിട്ടുള്ള ബന്ധം, അവർ തമ്മിലുള്ള ആ ബന്ധം, അത് ആ ബന്ധത്തിലൊരു തകർച്ച വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള ബന്ധത്തിന് ഒരു തകർച്ച വരുവാണെങ്കിൽ അത് അപകടമാണ്. ഇറ്റ്സ് എ റെസിപ്പി ഫോർ ഡേഞ്ചർ. അതൊരു അപകടമാണ്. എന്തുകൊണ്ട് അപകടമാണ്? അത് ദൈവത്തിൻ്റെ ക്രമത്തിനപ്പുറമാണ്, ദൈവത്തിൻ്റെ പ്ലാനിനപ്പുറമാണ്. അതുകൊണ്ടാണ്. അങ്ങനെയുള്ളിടത്ത് സാത്താൻ കയറി പ്രവർത്തിക്കാൻ ഒരവസരം ഉണ്ടാകുക. നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം. ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ആ ലൈംഗിക ബന്ധവും അവരുമായി തമ്മിലുള്ള ദൃഢമായിട്ടുള്ള ബന്ധം അത് ദൈവത്തിൻ്റെ പ്ലാനിലുള്ളതാണ്. അത് വിലക്കാൻ പാടില്ല, പ്രൊഹിബിറ്റ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി പ്രൊഹിബിറ്റഡ്, ഇറ്റ് ഷുഡ് നോട്ട് ബി ഡിസ്കറേജ്ഡ് ഓർ കൺഫ്യൂസ്ഡ്. അത് വിലക്കാൻ പാടില്ല, അത് മാറ്റി നിർത്താൻ പാടില്ല, അതിനെ വിരൂപമാക്കാൻ പാടില്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. മാരേജ് അലൗസ് ഫോർ ട്രൂ ഇൻറ്റിമസി. 4ഉം 5ഉം വാക്യം. അടുത്തത്, മൂന്നാമത്, മാരേജ് അലൗസ് ഫോർ സെൽഫ് കൺട്രോൾ. 6 തൊട്ട് 9 വരെയുള്ള വാക്യം ശ്രദ്ധിച്ചുകൊണ്ട്. ഞാനിത് കൽപ്പനയായിട്ടല്ല അനുവാദമായിട്ടത്രേ പറയുന്നത്. സകല മനുഷ്യരും എന്നെപ്പോലെ ആയിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. എങ്കിലും ഒരുവൻ ഇങ്ങനെയും ഒരുവൻ അങ്ങനെയും താൻ്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു. വിവാഹം കഴിയാത്തവരോടും വിധവമാരോടും അവർ എന്നെപ്പോലെ പാർത്തുകൊണ്ടാൽ അവർക്ക് കൊള്ളാം എന്ന് ഞാൻ പറയുന്നു. ജിതേന്ദ്രിയത്വമില്ലെങ്കിലോ അവർ വിവാഹം ചെയ്യട്ടെ. അഴലുന്നതിനേക്കാൾ വിവാഹം ചെയ്യുന്നത് നല്ലത്. പൗലോസ് പറഞ്ഞു, ഞാനിതൊരു കൽപ്പനയായിട്ടല്ല, എന്നാലും ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞോട്ടെ, എന്നെ പോലെ ആയിത്തീരുവാണെങ്കിൽ നല്ലതാണ് എന്ന് പറഞ്ഞാൽ, പൗലോസ് ഒരു സമയത്ത് വിവാഹം കഴിച്ച വ്യക്തിയാണ്. മിക്കവാറും അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു പോയതായിരിക്കാം. ആ സമയത്ത് ഇതെഴുതുന്ന സമയത്ത് പൗലോസ് സിംഗിളാണ്.
അത് നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇതാണ്, അദ്ദേഹം അനേക സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ജീവനോടിരിക്കുമോ ഇല്ലയോ എന്ന് ഒരു പിടിയുമില്ല. അദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊരു കെയറുമില്ല. ദൈവത്തിനു വേണ്ടി ജീവിതം കൊടുത്തേക്കുക, ആ രീതിയിലാണ്. എന്നാലും സെൽഫ് കൺട്രോൾ, ഒരു സ്വയ നിയന്ത്രണം മനുഷ്യർക്ക് ആവശ്യമുണ്ട്. അത് വിവാഹ ബന്ധത്തിൽ തന്നെയാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അത് ദൈവത്തിൻ്റെ പ്ലാനാണ്. അപ്പോൾ സിംഗിളായിട്ട് ജീവിക്കുന്നതോ, സിംഗിളായിട്ട് ജീവിക്കുന്നത് അതൊരു ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്. എല്ലാവർക്കും ഒക്കുന്നതല്ല, ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന ഒരു ഗിഫ്റ്റ് അല്ല, ചിലർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നിരോധിക്കാൻ പാടില്ല, വിവാഹത്തെ നിരോധിക്കാൻ പാടില്ല, അതിനെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല, അതിനെ എൻകറേജ് ചെയ്യാൻ തന്നെ ചെയ്യണം. ഞാൻ പല കുടുംബങ്ങളോടും ഞങ്ങൾ പറയാറുണ്ട്, കുഞ്ഞുങ്ങൾ 10, 21, 22 വയസ്സാകുമ്പോൾ തന്നെ അവർ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങണം, അല്ലെങ്കിൽ അതിനു മുമ്പേ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. കുഞ്ഞുങ്ങളോടും പറയണം, നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവികമായിട്ടുള്ള ഒരു സ്പൗസിനെ കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരം, ദൈവത്തിൻ്റെ ക്രമപ്രകാരം. ഞാൻ 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. 1, മാരേജ് സേഫ് ഗാർഡ്സ് അഗൈൻസ്റ്റ് ഇമ്മൊറാലിറ്റി. 2, മാരേജ് അലൗസ് ഫോർ ട്രൂ ഇൻറ്റിമസി. 3, മാരേജ് അലൗസ് ഫോർ സെൽഫ് കൺട്രോൾ. ഇതെല്ലാം ഞാനിത് പറഞ്ഞെങ്കിലും ഇതിന് മധ്യേ എനിക്കറിയാം പല ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കും. ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ഭാര്യ അല്ലെ ഭർത്താവ് മരിക്കുന്നു, അല്ലെങ്കിൽ ജോലി മുഖാന്തരം ദൂരെ താമസിക്കുന്നു. അങ്ങനെയുള്ളത് എത്രയും വേഗം ഒരുമിച്ച് വരണമെന്ന് ഏറ്റവും നല്ലത്. ചിലർ ഡിവോഴ്സ് ആകുന്നു, ചിലർ പിണങ്ങി മാറി താമസിക്കുന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കും. ദൈവം ആരെയും വിരൽ ചൂണ്ടി വിധിക്കാനോ നശിപ്പിക്കാനോ തകർക്കാനോ ദൈവത്തിന് പ്ലാനിലുള്ളതാണ് അല്ല. ദൈവം നമുക്ക് കൃപ തരും. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ താങ്ങും, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കും. അത് ദൈവത്തിൻ്റെ പ്ലാനാണ്. എന്നാലും ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ അത് ക്രമത്തിന് വിട്ട് പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. ദൈവം നമ്മളോട് കരുണ കാണിക്കും. എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ദൈവത്തിൻ്റെ പ്ലാൻ എന്തുവാ, ദൈവത്തിൻ്റെ ക്രമം എന്തുവാ, അത് ആ വചനത്തിൽ പറഞ്ഞേക്കുന്നത്. ഈ സമയത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയമെടുക്കാൻ പോവാണ്. കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ, വിവാഹം കഴിച്ചിട്ടില്ലാത്തവർ, നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം എനിക്ക് ദൈവികമായിട്ടുള്ള ഒരു സ്പൗസിനെ ദൈവം ഒരുക്കിയിട്ടുണ്ട്, ഞാനത് വിശ്വസിക്കുന്നു. കുഞ്ഞുങ്ങളോട് നമ്മളത് പറയാം, അവരെ പഠിപ്പിക്കണം. ചെറുപ്രായം തൊട്ടേ നമ്മളത് പറഞ്ഞു കൊടുക്കണം. വചനത്തിലുള്ള ക്രമം എന്തൊക്കെയാണെന്നുള്ളത് കുഞ്ഞു പ്രായത്തിലാണെങ്കിലും അവരെ പറഞ്ഞ് അറിയിക്കണം. അവൻ പറയൂ 6 വയസ്സേ ഉള്ളൂ, 7 വയസ്സേ ഉള്ളൂ, ഒന്നും പറയേണ്ടതല്ല. അല്ലല്ല, ഞാൻ പറയട്ടെ, നമ്മൾ പറഞ്ഞില്ല എങ്കിൽ വചനത്തിൽ കറക്റ്റായിട്ടുള്ള ക്രമം എന്തുവാന്ന് നമ്മൾ 5, 6, 7 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞില്ല എങ്കിൽ വല്ലവരും പറയും. ആ പറയുന്നത് വചനപ്രകാരമായിരിക്കത്തില്ല, അവരുടെ ഇഷ്ടം പോലെ ആയിരിക്കും, അവരുടെ തകർച്ച പോലെ ആയിരിക്കും, ലോകത്തിൻ്റെ വഴിയിലായിരിക്കും, സാത്താൻ്റെ വഴിയിലായിരിക്കും. അതിനവസരം കൊടുക്കാതെ നമ്മളായിരിക്കണം, മാതാപിതാക്കളായിരിക്കണം ആദ്യം കുഞ്ഞുങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട വചനത്തിൽ നിന്ന്. ഇതാ ദൈവത്തിൻ്റെ ക്രമം പറഞ്ഞു കൊടുക്കണം അത്യാവശ്യമായിട്ട്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് വയ്ക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. കൊരിന്ത്യയിലുള്ള സഭ, താമസ് അവർ പാർത്തിരുന്ന ആ പട്ടണം, ആ പട്ടണത്തിൻ്റെ അനുഭവം പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെക്കാട്ടിലും തകർന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെക്കാട്ടിലും തകർന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാലും ദൈവം നമുക്ക് കൃപ തരും. ദൈവം നമുക്ക് അങ്ങ് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട് നമ്മുടെ മേൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ക്രമത്തിൽ കൊണ്ടുവരാൻ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ആ ക്രമത്തിലല്ലെങ്കിൽ വചനത്തിൻ്റെ ക്രമത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്.
വേറെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വചനം നമ്മളോട് പറയുന്നുണ്ട്, അത് നമ്മളങ്ങ് അനുസരിച്ചാൽ മതി. സ്തോത്രം. തമ്മിൽ ക്ഷമിക്കാനും പൊറുക്കാനും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനും ഓരോരുത്തരുടെയും തകർച്ച വീഴ്ച എല്ലാം മനസ്സിലാക്കി കരുതാനും സ്നേഹിക്കാനും ജീവിക്കാനും ക്ഷമിക്കാനും നമ്മൾ തയ്യാറായേ പറ്റൂ. എങ്ങനാണെങ്കിലും ആ ബന്ധം നമ്മൾ ക്രമത്തിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണടച്ച്